നമസ്കാരം. കലവറ നിറയുമ്പോൾ അടുക്കളകൾ സമൃദ്ധമാകും. എന്താണ് പറഞ്ഞു വരുന്നതെന്നല്ലേ? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ വൈഫ് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നു. ഒരു സിനിമയിൽ ജഗതി ചേട്ടൻ പറയുന്ന പോലെ ഒരു നീണ്ട ലിസ്റ്റ്. അപ്പോൾ എൻ്റെ മകളുടെ കമൻ്റ് എന്താണെന്നറിയാമോ? ഇത്രയും സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10 കടകളിൽ കയറി ഇറങ്ങണമെന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു, വേറെ എങ്ങും പോകണ്ട, കോട്ടയം മുട്ടിച്ചിറയിൽ ഒരു അടിപൊളി ഷോപ്പുണ്ട്, കലവറ സൂപ്പർ മാർക്കറ്റ്. എല്ലാ ഐറ്റങ്ങളും, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ ഐറ്റങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം, സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടാം, ഇത്രയും സാധനങ്ങളും വാങ്ങുകയും ചെയ്യാം. കമാൺ. അപ്പോൾ നമ്മുടെ മുട്ടിച്ചിറയുടെ കലവറയുടെ സാരഥികളാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാം നമസ്കാരം. എന്താണ് പേര്? ടെറീസ ജോസഫ്. ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന ആ സാരഥികളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ റൈറ്റിൽ നിൽക്കുന്നത് PT ജോസഫ് തലശ്ശേരിക്കൽ, ഷീന തോമസ് പുണിലത്തിൽ, സണ്ണി ചാക്കോ അരക്കൽ. ഓക്കെ, എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു. അതെ, ശരി, എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കലവറയാണ്. വളരെ മനോഹരമായൊരു കൺസെപ്റ്റാണ് കലവറ എന്ന പേര്. എന്താണ് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകാനുള്ള കാരണം? ഇത് നമ്മുടെ നാട്ടിലെ ഒരു കോമൺ ആയിട്ടുള്ള പേരാണ്. നമുക്ക് എന്തെങ്കിലും വീട്ടിൽ അടുക്കളയിൽ ആവശ്യം വന്നാൽ ഏറ്റവും വേഗം പോകുന്നത് നമ്മൾ കലവറയിലാണ്. അതെ അതെ. അപ്പോൾ ആ കലവറയിൽ നിന്ന് പോയി നമുക്ക് സാധനം കിട്ടും. അതേപോലെ ഇനി നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കുന്നത്, ഏത് വീടുകളിലും ഒരു സാധനം ആവശ്യപ്പെട്ടാൽ അവർ കലവറേനെ ഓർക്കും, ഇങ്ങോട്ട് വരും. ഞങ്ങൾ അല്ലാതും ഇവിടെ വയ്ക്കാൻ ട്രൈ ചെയ്യും. കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അത് ശരി. എല്ലാ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഐറ്റംസ് അല്ലേ? അപ്പോൾ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്? എല്ലാ സാധനങ്ങളും ഉണ്ട്. അരിപ്പൊടി, പച്ചക്കറി എല്ലാം ഉണ്ട്. പറഞ്ഞോളൂ. ആരാണ് പറയുന്നത് സംശയമാണ്, പറഞ്ഞോളൂ. പച്ചക്കറികൾ, സ്റ്റേഷനറി, പിന്നെ ഓൾ റെഡിമെയ്ഡ് ഐറ്റംസ്, എവറിത്തിങ് ഈസ് ദെയർ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലെ കലവറയുടെ ഏറ്റവും വലിയ പ്രത്യേകത മിതമായ വില, മികച്ച ക്വാളിറ്റി അല്ലേ സാർ? തീർച്ചയായിട്ടും മിതമായ വില, ഒരു ഹോൾസെയിൽ റേറ്റിൽ എല്ലാവരുടെയും വീട്ടിൽ എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഒരു മോട്ടോ. ശരി. ഇപ്പോൾ ഈ വിലക്കയറ്റമൊക്കെ കൂടി വരുന്ന സമയത്ത് കലവറയിൽ ധാന്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മിതമായ വിലയിൽ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൗൺഷിപ്പ് വിട്ട് കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ വന്ന് സാധനങ്ങൾ വാങ്ങി, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ശരി. അതെല്ലാം ചെയ്ത് ആസ്വദിച്ച് ഇത് എൻജോയ് ചെയ്ത് നമ്മളൊപ്പം പോകാന്നുള്ളൊരു കൺസെപ്റ്റാണ്. കലവറയോടൊപ്പം നിങ്ങളുണ്ടാവണം, നിങ്ങളൊപ്പം ഈ കലവറയുടെ ടീമും ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്. അതേപോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ എന്താ പറയുന്നത് എന്താണ് പറഞ്ഞോളൂ. ഹോം ഡെലിവറി ഉണ്ട്. നമുക്ക് 200 രൂപയിൽ മോളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ശരി. കിലോമീറ്റർ പരിധി അങ്ങനെ വില ഉണ്ടോ സാർ? ഇപ്പോൾ തൽക്കാലം അതിന് ലിമിറ്റ് വെച്ചിട്ടില്ല, എങ്കിലും പിന്നെ അതിൻ്റെ എൻക്വയറി അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമല്ലോ. കാരണം എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ നോക്കി ആലോചിച്ച് ചെയ്യും. പക്ഷേ ഇപ്പം നമുക്ക് ഒരു സർവീസ് നമ്മൾ തീർച്ചയായും സൗജന്യമായിരിക്കും. അത് ആ ഒരു നമ്മുടെ ഏരിയ, ഈ ഏരിയ നമ്മൾ കവർ ചെയ്യും. കുറേ പേര് പ്രായമായവർ വീട്ടിലിരിക്കുന്നുണ്ട്. അവർ ഞങ്ങളോട് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്, മക്കൾ അമേരിക്കയിലാണ്, കാനഡയിലാണ്, ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവരുടെ അപ്പനമ്മ അവിടെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എത്തിക്കണം. അപ്പോൾ അത് കാരണം അവരുടെ ഒരു റിക്വസ്റ്റാണ് ഞങ്ങൾ ഇങ്ങനെ ഹോം ഡെലിവറി വെച്ചേക്കുന്നത്. ശരി. ഞങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ ശുചിത്വം, സമത്വം, സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാത്തിനും ശുചിത്വം വേണം. ശരി.
പിന്നെ അത് തന്നെയല്ല നമ്മുടെ മോട്ടോ അതാണല്ലേ. നമ്മളെപ്പോലെ മറ്റുള്ളവരും ആകണം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വേണം സമത്വം. നമുക്ക് വലിയൊരു ചെറുതൊന്നുമില്ല, എല്ലാവരെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യും. അത് വലിയ ഒരു കൺസെപ്റ്റാണ്. അതൊരു ബിഗ് സല്യൂട്ട് ഞങ്ങളുടെ വക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സന്തോഷം എല്ലാവർക്കും കിട്ടും. അതെ, അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട അതാണ്. കാര്യം ഇപ്പോഴത്തെ ഈ സമയം എന്ന് പറയുന്നത് വിലക്കയറ്റത്തിൻ്റെ ഒരു സമയമാണ്. ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു, പ്രത്യേകിച്ച് വീടുകളിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ അതിന് ശരിക്കും ഒരു റിലാക്സ് ആണ് കലവറ എന്നാണ് എന്നെ ഒരു കസ്റ്റമർ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും കസ്റ്റമർ പറഞ്ഞു നമ്മുടെ MLA മോൻസി ജോസഫ് ആണ് ഇത് ഓപ്പൺ ചെയ്തത്. ശരി. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞത് ആ ഒരു വാക്കാണ്. കലവറയുടെ നിങ്ങളോടൊപ്പം കലവറ ഉണ്ടാവും, ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടാവണം. അതായത് ടൗൺഷിപ്പ് വിട്ടിട്ട് ഒരു എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് സാറിനോട് ഞാൻ പറഞ്ഞത്, സാറേ ഒരു ടൗൺഷിപ്പിൽ വന്നിട്ട് ഒരു കംഫർട്ടബിളായിട്ട് വന്ന് പർച്ചേസ് ചെയ്ത് തിരിച്ചു പോകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കുറച്ച് പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ഏരിയയിൽ വന്ന് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളൊപ്പം നിന്ന് തന്നാൽ മതി, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ശരി, ഉറപ്പ്. അപ്പോൾ എന്തായാലും കലവറയുടെ പ്രത്യേകതകളാണ് എല്ലാവരും പറഞ്ഞത്. ഇതൊരു വൻ വിജയമായി തീരുവാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വേണ്ടേ? ഉത്സവ സീസണുകളിലൊക്കെ, പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഐറ്റംസ് കിട്ടണമെങ്കിൽ നേരെ കലവറയിലേക്ക് പോരുക. എൻ്റെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, റിജോയ് പറവൂറിനൊപ്പം ഷിയാദ് ചങ്ങനാശ്ശേരി.